ഇഞ്ചി പെരിഞ്ചീരം മഞ്ഞൾ കൊത്തമ്പാരി അമ്മി മേലിട്ടിട്ട് നീട്ടിയരച്ചോളെ അള്ളാ പടച്ചോനെ പള്ള പയിച്ചപ്പോ 500 കോമാങ്ങ ഒന്നിച്ചു തിന്നോളെ അടച്ചിട്ട പത്തായം തുറന്നങ്ങ് നോക്കിയപ്പോ കരയ്ക്ക പോലുള്ള കൂറേനെ കണ്ടോളെ മരത്തുമ്മ കയറിയിട്ട് കൈ രണ്ടും വിട്ടപ്പോ തടസ്സമൊന്നും കൂടാതെ താഴോട്ട് പോന്നോളെ ഇഞ്ചി പെരിഞ്ചീരം മഞ്ഞൾ കൊത്തമ്പാരി അമ്മി മേലിട്ടിട്ട് നീട്ടിയരച്ചോളെ ഇഞ്ചി പെരിഞ്ചീരം മഞ്ഞൾ കൊത്തമ്പാരി അമ്മി മേലിട്ടിട്ട് നീട്ടിയരച്ചോളെ. സാക്ഷരതാ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ പ്രധാനപ്പെട്ട സാക്ഷരതാ ഗാനങ്ങളും മറ്റുമൊക്കെ പാടി നടന്നിരുന്നു. പ്രായമായിട്ടുള്ള ആളുകളെ ഉണർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വിവിധ പാട്ടുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. അക്ഷരത്തീനാളവുമായി ഞങ്ങളെത്തുന്നു അക്ഷരത്തീനാളവുമായി ഞങ്ങളെത്തുന്നു ആയിരാണ്ടുകൾ നേടിയുള്ളോരറിവുകളായി അക്ഷരങ്ങൾ ആയുധങ്ങൾ ആയി മാറുന്നു അക്ഷരത്തീനാളവുമായി ഞങ്ങളെത്തുന്നു അക്ഷയ സന്ദേശവുമായി ഞങ്ങളെത്തുന്നു ആയിരാണ്ടുകൾ നേടിയുള്ളോരറിവുകളായി അക്ഷരങ്ങൾ ആരവങ്ങൾ ആയി മാറുന്നു വികസനത്തിൻ മന്ത്രവുമായി ഞങ്ങളെത്തുന്നു വികസിത മോഹങ്ങളുമായി ഞങ്ങളെത്തുന്നു അക്ഷരത്തീനാളവുമായി ഞങ്ങളെത്തുന്നു അക്ഷയ സന്ദേശവുമായി ഞങ്ങളെത്തുന്നു ആയിരാണ്ടുകൾ നേടിയുള്ളോരറിവുകളായി അക്ഷരങ്ങൾ ആരവങ്ങളായി മാറുന്നു DPEPയുടെ കാലത്ത് PRC വിട്ട് ഞാൻ പിന്നെ നേരെ വന്നത് PMG ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാടാണ്. വിക്ടോറിയ കോളേജിനടുത്തുള്ള ഈ വിദ്യാലയം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിദ്യാലയമാണ്. പാലക്കാടുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിക്ടോറിയ കോളേജിനടുത്തുള്ള ഏക വിദ്യാലയവും ഇതുതന്നെയാണ്. പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് പേര് MS സ്വാമിനാഥൻ തുടങ്ങിയിട്ടുള്ള അതുപോലുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള വിദ്യാലയം കൂടിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. PMG സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ആ സ്കൂളിൻ്റെ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്കൂള് ഇരയായിട്ടുണ്ട്. അതിന് വളരെയധികം സൗകര്യങ്ങൾ വിദ്യാലയത്തിൻ്റെ കെട്ടിട നിർമ്മാണത്തിലും ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങുന്നതും ആ കാലത്താണ്. അതുകൊണ്ട് തന്നെ PMG സ്കൂളിൻ്റെ ഓരോ വളർച്ചയിലും അക്കാലത്ത് നമുക്ക് കൂടെ നിന്ന് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ PTA പ്രസിഡന്റുമാർ, അന്നത്തെ പ്രധാനാധ്യാപകർ ഒക്കെ തന്നെ വളരെയധികം ശ്രദ്ധേയരായിട്ടുള്ള ആളുകളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PMG സ്കൂള് ടൗണിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു വിദ്യാലയമായതുകൊണ്ട് ടൗണിൻ്റെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അസൗകര്യങ്ങളും ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. അക്കോമഡേഷൻ കുറവായിട്ടും ആ സ്കൂളിൽ വിദ്യാർത്ഥികൾ വരുന്നതിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ധാരാളം വിദ്യാർത്ഥികൾ PMG സ്കൂളിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. PMG സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകം ഒരു അഭിമാനം തോന്നിയിരുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് PMG സ്കൂളിൽ 3-4 കൊല്ലം മാത്രമേ അവിടെ അധ്യാപകനായിട്ടിരിക്കാൻ കഴിഞ്ഞുള്ളൂ. തുടർന്ന് ഞാൻ എത്തുന്നത് മുണ്ടൂർ ഗവൺമെൻറ് LP സ്കൂളിൽ പ്രധാന അധ്യാപകനായിട്ടാണ് ഞാൻ വരുന്നത്. 2004 4 മുതൽ 8 വരെ മുണ്ടൂർ ഗവൺമെൻറ് LP സ്കൂളിൽ പ്രധാന അധ്യാപകനായിട്ട് ഞാൻ ജോലി ചെയ്തു.
ആ ഇടയ്ക്കാണ് കണക്കുപറമ്പ് കൃഷ്ണൻകുട്ടി എന്ന ഒരു ചെന്നൈയിലെ ഒരു സുഹൃത്ത് സ്കൂളിൻ്റെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരുപാട് യൂണിഫോമും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നതും കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം, കൂടുതൽ എണ്ണമുള്ള കുട്ടികൾ, കൂടുതൽ കുട്ടികളുള്ള വിദ്യാലയം എന്നിങ്ങനെ ആ സ്കൂളിന് പേര് ആർജിക്കാൻ കഴിഞ്ഞു. രാജവിശ്വനാഥൻ മാസ്റ്റർ എന്ന മുൻ പ്രധാന അധ്യാപകൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, കാസിം മാഷെ പോലെയുള്ള അധ്യാപകർ ഒക്കെ തന്നെ ആ വിദ്യാലയത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഓർക്കുന്നു. ടി സാവിത്രി ടീച്ചർ എന്ന അധ്യാപിക, അതേപോലെ തന്നെ AC സത്യഭാമ എന്നുള്ള അധ്യാപിക, അതേപോലെ ശോഭകുമാരി തുടങ്ങിയിട്ടുള്ളവർ ഒക്കെ തന്നെ ആ കാലത്തെ പ്രധാനപ്പെട്ട അധ്യാപകമാരായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്നു. വിദ്യാലയത്തിൽ നിന്ന് ഞാൻ വിട പറയുന്നത് 2008-ലാണ്. 2008 ഞാൻ റിട്ടയർ ചെയ്യുന്നു. ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ വേണ്ടി എനിക്ക് അന്ന് ഒരു വലിയ യാത്രയയപ്പാണ് അന്നത്തെ രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും കൂടി എനിക്ക് തന്നിട്ടുള്ളത്. അത് ആ ദേശത്തിൻ്റെ ഒരു ഉത്സവമായി തന്നെ അവർ അത് മാറ്റി. അതുപോലെ തന്നെ വിദ്യാലയത്തിന് കൂടുതൽ ഉയർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ആ കാലത്ത് നിർവഹിക്കാൻ കഴിഞ്ഞു. ദേശത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളിൻ്റെ വികസന കാര്യത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. കാപ്പിൽ രാഘവൻ മെമ്മോറിയൽ കായിക മത്സരം നടത്താൻ അന്ന് കഴിഞ്ഞു. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ചിറകുകൾ എന്ന മാഗസിൻ എല്ലാ മാസവും പുറത്തിറക്കിയിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം കുട്ടികളുടെ സർഗവാസനയെ പ്രോത്സാഹിപ്പിക്കാൻ ഈ മാസിക കുട്ടികൾക്ക് സഹായിച്ചിട്ടുണ്ട്, അധ്യാപകർക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് സാഹിത്യോത്സവങ്ങളും അതേപോലെ തന്നെ സബ് ജില്ലാ ഉത്സവങ്ങൾ നടത്തുമ്പോൾ കുട്ടികൾ ഒന്നാം സ്ഥാനത്ത്, അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനത്ത് എത്താൻ മുണ്ടൂർ ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പരിജ്ഞാനം കുട്ടികളിൽ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആ കാലത്ത് നടത്തിയിരുന്നു. പെഡഗോജി പാർക്ക് എന്ന കുട്ടികൾക്ക് പ്രത്യേകമായ സവിശേഷമായ ഒരു പഠന സൗകര്യം, ലൈബ്രറി ഒക്കെ തന്നെ അക്കാലത്ത് മുണ്ടൂർ LP സ്കൂളിൽ ഒരുക്കിയിരുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്കൂൾ വാർഷിക ആഘോഷത്തിൽ എനിക്ക് യാത്രയയപ്പ് നൽകുന്ന സമയത്തിൽ അന്നത്തെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള കവികളും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും ഒക്കെ തന്നെ എനിക്ക് യാത്രയയപ്പ് നൽകാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു. KSTAയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രമണ മാഷ്, മധുസൂദനൻ സാറ്, കവി മധുസൂദനൻ സാറ് ഒക്കെ തന്നെ ആ കാലത്ത് അവിടെ എത്തിയതായിട്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നുണ്ട്. 2008 ഞാൻ സ്കൂളിൽ നിന്ന് വിരമിക്കുകയും പിന്നെ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടാൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു.